മനുഷ്യനെ കാർന്നു തിന്നുന്നതാണ് ലഹരി. അതിനെതിരെ കൈകോർക്കുക, അതിൽ നിന്നുള്ളവരെ സ്നേഹത്തോടുകൂടെ തന്നെ അതിൽ നിന്ന് വിമുക്തമാക്കുക. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ കീഴിലുള്ള നവജീവ കേന്ദ്രമാണ്. എന്താണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, എന്തുകൊണ്ടാണ് ഇത്ര വേറിട്ട ഒരു എക്സിബിഷനിലേക്ക് അവർ നീങ്ങിയതെന്ന് അച്ഛനിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. മലങ്കര മാർത്തോമാ സുറിയാനി സഭ 2014 ലഹരി വിമോചനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ ലഹരി വിമോചന സമിതി എന്ന പേരിൽ ആരംഭിക്കുന്നത്. 130ാമത് മാരാമൺ കൺവെൻഷനിലും ലഹരി വിമോചന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു എക്സിബിഷൻ ഹാള് ഇവിടെ ക്രമീകരിക്കാൻ സാധ്യമായി തീർന്നു. ആയിരക്കണക്കിന് ആളുകൾ ഈ സ്റ്റോൾ സന്ദർശിക്കുകയും ലഹരി ഉപയോഗത്തിൻ്റെ ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടും അതെങ്ങനെ നമുക്ക് പ്രതിവിധി കണ്ടെത്താമെന്നതിനെക്കുറിച്ചും ഇവിടെയുള്ളതായ ഡിസ്പ്ലേയിലൂടെ മനസ്സിലാക്കാനായിട്ടും അനേകം ആളുകൾക്ക് മാർത്തോമാ സഭയുടെ വിവിധ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിനെ കുറിച്ച് പറയുവാനായിട്ടും അവിടുത്തെ ചികിത്സാ രീതികളെക്കുറിച്ച് പറയുവാനായിട്ടും സാധ്യമായി തീരുന്നു. 1956 ലോക ആരോഗ്യ സംഘടന ലഹരിയാസക്തി ഒരു രോഗമാണെന്ന് പറഞ്ഞത്. ഇത് മനുഷ്യനെ ശാരീരികമായി, മാനസികമായി, ആത്മീകമായി, സാമ്പത്തികമായി തച്ച് തകർക്കുന്നതായ ഒരു മാരകമായ രോഗമാണ് ലഹരിയാസക്തി എന്നുള്ളത്. എന്നാൽ ഇന്ന് ഇതിന് പ്രതിവിധിയുണ്ട്. എന്നാൽ ചികിത്സയിലൂടെ അനേകം ആളുകളെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയിലൂടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധ്യമായി തീരും. അതാണ് മാർത്തോമാ സഭ ലഹരി വിമോചന സമിതിയിലൂടെ ഈ എക്സിബിഷനിലൂടെ അനേകം ആളുകൾക്ക് ജീവിതത്തിലേക്ക് വരുവാനായിട്ട്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുവാനായിട്ട് ഈ ഒരു എക്സിബിഷനിലൂടെ സാധ്യമായി തീരുന്നു. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ജെറിൻ ഷമ്മാസിനായിരുന്നു ഈ എക്സിബിഷൻ്റെ ഈ പ്രാവശ്യത്തെ ഇവിടുത്തെ ചുമതല. വളരെ ഭംഗിയായിട്ട് പ്രിയപ്പെട്ട ഷമ്മാസിന് അത് ക്രമീകരിച്ചു. ഇവിടുത്തെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ട ഷമ്മാസ് ഇപ്പോൾ പറയും. എല്ലാവർക്കും നമസ്കാരം. 130ാം മാരാമൺ കൺവെൻഷൻ അനുബന്ധിച്ച് ഇപ്രകാരം ഒരു ലഹരി വിമോചന എക്സിബിഷൻ സ്റ്റോള് നടത്തുവാൻ ക്രമീകരിക്കുവാൻ സാധിച്ചത് ഒരുപാട് നന്ദി, സ്നേഹമുണ്ട്. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകിയ പ്രിയ റിജി യോഹന്നാനച്ഛനാണ് ഇപ്പോൾ മലയാളപ്പുഴ നവജീവ കേന്ദ്ര ഡയറക്ടറായിട്ട് അച്ഛൻ ചെയ്യുന്നു. അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്കെല്ലാം ഒരുമിച്ച് പ്രയാണം ചെയ്യാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഇന്ന് എല്ലാ ആളുകൾക്കും കാഴ്ചയുണ്ട്, എന്നാൽ ഉൾക്കാഴ്ച ഇന്ന് കുറവാണ്. എല്ലാ ആളുകൾക്കും ഇന്ന് അറിവുണ്ട്, എന്നാൽ തിരിച്ചറിവ് കുറവാണ്. പലപ്പോഴും ഒരു ടീനേജ് കാലം മുതലേ ഒരു ക്യൂരിയോസിറ്റിയുടെ ഒരു ഇതിൽ നിന്നാണ് ഈ മദ്യപാനത്തിലേക്കൊക്കെയും വരുന്നത്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ആളുകളെയും, എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ഒരു തിരിച്ചറിവും ഈ മദ്യവും അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ്, ഒരു അവയർനെസ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ തക്കവണ്ണം നമുക്കൊരു അടിക്കുറിപ്പ് മത്സരം ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളൊക്കെ നടന്നു. ഒരു പിക്ചർ നൽകിയിട്ട് ഒരു അടിക്കുറിപ്പ്, ക്യാപ്ഷൻ എഴുതുക. അങ്ങനെ എല്ലാ ദിവസവും ഒരു 4-5 പേര് സമ്മാനാർഹമായിരിക്കുന്നു. പിന്നെ നമുക്കൊരു സെൽഫി കോർണർ വെളിയിലുണ്ട്. അപ്പോൾ അതിൽ ആളുകൾക്ക് ഫോട്ടോ ഒരു അവയർനെസ് ഈ സമൂഹത്തിൽ കൊടുക്കുകയാണ്. പിന്നെ ഒരു സോഷ്യൽ ക്യാമ്പയിനുണ്ട്, ഒരു ബാർകോഡ് സ്കാൻ ചെയ്തൊരു സോഷ്യൽ ക്യാമ്പയിനുണ്ട്. പിന്നെ ഒരു വൃക്ഷമുണ്ട്, അവിടെ കയറി വരുമ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കൊരു ഇലച്ചാർത്ത് നൽകി നമുക്ക് ഈ സമൂഹത്തിലുള്ള പ്രതിബദ്ധത അറിയിക്കുന്നതിന് ഭാഗമായിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ അതൊക്കെയും ഒരു ജനപങ്കാളിത്തം കൂടുതൽ ലഭിക്കുന്ന ഒരു മുഖാന്തരങ്ങളായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെയും കൗൺസിലേഴ്സും ഇവിടെ ഉണ്ട്. അപ്പോൾ വരുന്ന ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുവാനും അവർക്ക് ഇതിന് സംശയങ്ങളൊക്കെ മാറ്റുവാൻ തക്കവണ്ണം അത് നല്ലൊരു അവസരമായിരുന്നു. പ്രത്യേകിച്ച് ഒരുപാട് അച്ഛനെ ഓർപ്പിച്ചുള്ള ഒരുപാട് ആളുകൾ ഇതിലൂടെ കാണുകയും മനസ്സിലാക്കുകയും സംശയങ്ങളൊക്കെ ചോദിച്ചു പോവുകയൊക്കെ ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തോട് നമുക്കുള്ള ഒരു പ്രതിബദ്ധതയുടെ ഒരു പ്രതീകമാണ് എന്നുള്ളതോടെ ഈ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നു.